ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഡേ 26 ഓഫ് മൈൻഡ്ഫുൾനെസ്. രാവിലെ ഞാൻ കഴിച്ചത് ഏത്തപ്പഴമാണ്. ഇന്ന് രാവിലെ തന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സോഫിയുടെ വീട്ടിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് തന്നതാണ് ഈ പഴം വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ. പിന്നെ ഔട്ട് ഓഫ് എ സർപ്രൈസ് അന്ന് അവളൊരു ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബ്രെഡുമായിട്ട് ഞാൻ കഴിച്ചു. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പറയുകയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു ബീഫൊക്കെ. പിന്നെ നമ്മളിന്ന് എല്ലാവരും കൂടിയത് തന്നെ എൻ്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ടായ ഗ്രീഷ്മയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ചോക്ലേറ്റ് കേക്കാണ് കഴിച്ചത്. അതിനുശേഷം നമ്മൾ കൊറിയൻ ക്രീം ചീസ് ബൺ കഴിച്ചു മഫൻ ഹൗസിൽ. ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങിച്ച് കഴിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് സംസമിൽ പോയിട്ട് ഒരു ഫിഷ് മീൽസും ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. ചിക്കൻ ബിരിയാണി ഒരു ഓക്കേഷ് ഐറ്റമായിരുന്നു, പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫിഷ് മീൽസാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ ഫിഷ് മീൽസാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിച്ചത്. ബാക്കി ചിക്കൻ ബിരിയാണി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഗ്രീഷ്മയാണ് കഴിച്ചത്. അതിനുശേഷം ഒരു കുഞ്ഞു കടയിലാണ് പോയത്. അവിടെ ദോശയും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും എല്ലാം കൂടി ആയിട്ടാണ് കഴിച്ചത്. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, അതേ വീഡിയോയിലില്ല. നല്ല ടേസ്റ്റായിരുന്നു ഫുഡൊക്കെ. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ ഫ്രണ്ടിന് യൂട്യൂബ് ചാനലുണ്ട്. ബർത്ത്ഡേ ഗേൾ എന്ന് ഞാൻ പറഞ്ഞ ഗ്രീഷ്മയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. പാലറ്റ്സ് ആൻഡ് പാത്ത് എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ഇങ്ങനെ ഫുഡ് കണ്ടൻസ് ഒക്കെയാണ് ആ ചാനലിൽ ഇടുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ആ ചാനൽ കയറി വിസിറ്റ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഈ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഒരു പള്ളിയിലോട്ടാണ് പോയത്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ പള്ളിയിൽ വരുന്ന. നല്ല പീസ് ആൻഡ് കാം പള്ളിയായിരുന്നു. ആരും അവിടെ ഇല്ലായിരുന്നു. നമ്മൾ 3 പേര് മാത്രമായിരുന്നു ആ പള്ളിയിൽ നിന്നുണ്ടായിരുന്നത്. തൊട്ടടുത്ത് ബീച്ചുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ ദിവസം അവിടെ ഫയർ ക്രാക്കേഴ്സൊക്കെ പൊട്ടിക്കുമായിരുന്നു. അപ്പം ഞാനും സോഫിയും കൂടെ പറയായിരുന്നു, ഗ്രീഷ്മയ്ക്ക് വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തതാണ് ഇതെന്നൊക്കെ പറഞ്ഞ് കോമഡിയൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു കുറേ നേരം ഈ ഫയർ ക്രാക്കേഴ്സൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ നേരെ പോയത് പെനി ഐസ്ക്രീമിലോട്ടാണ്. അവിടെ ചെന്നിട്ട് ഞാൻ ഓർഡർ ചെയ്തത് കുക്കീസ് ആൻഡ് ക്രീം എന്നും പറഞ്ഞ ഐസ്ക്രീം ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ബ്രൗണി എന്നും പറഞ്ഞൊരു ഐസ്ക്രീം വാങ്ങിച്ചു. അത് ശരിക്കും ഒരു ബ്രൗണി കഴിക്കുന്ന സെയിം ഫീലിംഗ് ആയിരുന്നു. പിന്നെ വാങ്ങിച്ചത് ഒരു സോൾട്ടഡ് ക്യാരമലാണ്. അതെനിക്ക് വലിയ ടേസ്റ്റായിട്ട് തോന്നിയില്ല, പക്ഷേ എൻ്റെ കൂടെ വന്ന 2 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ഒരു ദിവസം നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. അങ്ങനെ ഈ ദിവസം ഞാൻ അങ്ങനെ എൻഡ് ചെയ്തു. ബാക്കി വീഡിയോ നാളെ കാണാം. ഓക്കെ ദെൻ ബൈ.